ഓക്കെ, അപ്പൊ ആദ്യത്തെ ഇക്വേഷൻ ന്യൂ ഇസ് ഈക്വൽ ടു സി ബൈ ലാംഡ. രണ്ടാമത്തെ ഇക്വേഷൻ ഈസ് ഈക്വൽ ടു എച്ച് ന്യൂ. ദാറ്റ് ഇക്വേഷൻ ഈസ് നോൺ ആസ് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ആൻഡ് എച്ച് വാല്യൂ ഓഫ് എച്ച് 6.626 into 10 raised to minus 34. ഇതെല്ലാവരും ബൈ ഹാർട്ട് ചെയ്യാം. ഇനി പ്ലാങ്ക്സ് ഇക്വേഷനോ പ്ലാങ്ക്സിന്റെ ഏതെങ്കിലും പ്രോബ്ലമോ ചോദിച്ചാൽ ഈ ഇക്വേഷൻ എഴുതാൻ മറന്നുപോകരുത്. ഇനി അടുത്തത് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിന്റെ എന്ത് ചോദിച്ചാലും ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് മൂന്നാമത്തെ ഇക്വേഷൻ നമ്മൾ പഠിച്ച ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് ആണ്. എച്ച് ന്യൂ ഇസ് ഈക്വൽ ടു എച്ച് ന്യൂ സീറോ പ്ലസ് ഹാഫ് എം വി സ്ക്വയർ. H nu is equal to H nu 0 plus half m v square. പഠിച്ചോ? അപ്പൊ ഇത്ര ഇക്വേഷൻസ് എല്ലാരും പഠിച്ചോ? എച്ച് ന്യൂ ഇസ് ഈക്വൽ ടു എച്ച് ന്യൂ 0 ഹാഫ് എം വി സ്ക്വയർ. ഹാഫ് എം വി സ്ക്വയർഡ് എന്ന് പറഞ്ഞാല് കൈനറ്റിക് എനർജിയാണ്. ഹാഫ് എം വി സ്ക്വയർഡ് കൈനറ്റിക് എനർജി. ഹാഫ് എം വി സ്ക്വയർഡ് എന്താണ്? കൈനറ്റിക് എനർജി കാണാൻ ഇതാണ് കാണേണ്ടത്. ഇതിനെ പറയുന്ന പേരാണ് വർക്ക് ഫംഗ്ഷൻ. വർക്ക് ഫംഗ്ഷൻ. ന്യൂ സീറോന് പറയുന്ന പേരാണ് ത്രഷോൾഡ് ഫ്രീക്വൻസി. ത്രഷോൾഡ് ഫ്രീക്വൻസി. എം മാസ് ആണ്, വി വെലോസിറ്റി ആണ്. അപ്പൊ ഈ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിന്റെ ഏത് പ്രോബ്ലം ചോദിച്ചാലും ഈ ഇക്വേഷൻ എഴുതി വെച്ചേക്കണം. എച്ച് ന്യൂ ഇസ് ഈക്വൽ ടു എച്ച് ന്യൂ 0 പ്ലസ് ഹാഫ് എം വി സ്ക്വയർഡ്. എഴുതിയോ? അടുത്ത പ്രധാനപ്പെട്ട ഇക്വേഷൻ ആണ് റിഡ്ബർഗ് ഇക്വേഷൻ. റിഡ്ബർഗ്. ഇത് നമ്മള് ഹൈഡ്രജൻ സ്പെക്ട്രത്തിലെ ലൈൻസിന്റെ ഫ്രീക്വൻസി കാണാനാണ് ഉപയോഗിക്കുന്നത്. ഹൈഡ്രജൻ. ഹൈഡ്രജൻ സ്പെക്ട്രത്തില് സീരീസ് ഓഫ് ലൈൻസ് ഉണ്ടല്ലോ, അതിന്റെ ഫ്രീക്വൻസി ഒക്കെ കാണാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇക്വേഷൻ ആണ് റിഡ്ബർഗ് ഇക്വേഷൻ. എല്ലാവർക്കും അറിയാലോ, ന്യൂ ബാർ ഇതെല്ലാം പഠിപ്പിച്ചു കഴിഞ്ഞതാണ്. ന്യൂ ബാർ ഇസ് ഈക്വൽ ടു 1/λ. ന്യൂ ബാർ എന്ന് വെച്ചാൽ എന്താ? വേവ് നമ്പർ. അറിയില്ലെങ്കിൽ ഉടനെ അവിടെ എഴുതിക്കോളൂ. ടീച്ചർ എഴുതണതിന്റെ ഒപ്പം എഴുതി പോയിക്കോളൂ. ന്യൂ ബാർ എന്താണ്? വേവ് നമ്പർ ഈക്വൽ ടു 1/λ. അപ്പൊ ന്യൂ ബാറും കാണാൻ പറ്റും, 1/λയും കാണാൻ പറ്റും. അതിനാണ് ഇങ്ങനെ എഴുതുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു, അല്ലാതെ 1/λ ഇൻറ്റു എന്നല്ല പറയുന്നത്. റിഡ്ബർഗ് കോൺസ്റ്റന്റ് RH ഇൻറ്റു 1/n1 സ്ക്വയർ മൈനസ് 1/n2 സ്ക്വയർ. വളരെ പ്രധാനപ്പെട്ട ഇക്വേഷൻ ആണ്. ഇതിനെയാണ് റിഡ്ബർഗ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. എഴുതിയോ? ഇനി ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട വാല്യൂ ആണ് RH-ന്റെ വാല്യൂ. നമ്മളൊന്ന് ബൈ ഹാർട്ട് പഠിച്ചു വെച്ചിരിക്കാം. 109,677. 109,677 per centimeter. ഇത്രയും എല്ലാവരും എഴുതിയെടുത്തോ?
N1 values ആണ് പറയാൻ പോകുന്നത്. Lyman N1 value 1, N2 value ഇതിന്റെ 1 plus അല്ലെങ്കിൽ 2 മുതൽ തുടങ്ങാം, 2, 3, 4 etc. ബാൾമ കാണുന്നുണ്ടോ? ബാൾമ 2, പാഷൻ N1 value 3, ബ്രാക്കറ്റ് N1 value 4, Lyman, ബാൾമ, പാഷൻ, ബ്രാക്കറ്റ്, ഫണ്ട് 5. അപ്പൊ N2 എന്ന് പറഞ്ഞാൽ ഇതിന്റെ മുകളിൽ നിന്നായിരിക്കും, അതായത് ഈ സെക്കൻഡ് ലെവലിലേക്ക് വരുന്നത്. അപ്പൊ എല്ലാം 3, 4 എക്സെട്ര, ഇവിടെ 4, 5 എക്സെട്ര, 5, 6 എക്സെട്ര, 6, 7 എക്സെട്ര. മനസ്സിലായോ? ലൈമൻ. അപ്പൊ ഈ സീരീസ് ഓഫ് ലൈൻസും കാണാതെ പഠിക്കണം. ലൈമൻ, ബാൾമ, പാഷൻ, ബ്രാക്കറ്റ്, ഫണ്ട് സീരീസ്. ഈ 4 ഇക്വേഷൻ എല്ലാരും പഠിച്ചു കഴിഞ്ഞോ? ചോദിച്ചോട്ടെ. ഓക്കെ, അപ്പൊ ഞാൻ ഇങ്ങനെ എല്ലാ ഇക്വേഷൻസും ഒന്ന് എഴുതി പോവാണ്. ഇത്രയും എഴുതി കഴിഞ്ഞോ? ചാറ്റ് ബോക്സിൽ എഴുതാ കഴിഞ്ഞവര് ഒന്ന് ചാറ്റ് ബോക്സിൽ എഴുതിയേ. കാണുന്നില്ലേ? കഴിഞ്ഞു. അൽന, ഷൈൻ കഴിഞ്ഞല്ലോ അൽന? ഓക്കെ, വെരി ഗുഡ്. മതി മതി മതി. ഓക്കെ, ഇനിയെങ്കിലും ടീച്ചേഴ്സിന് വേണ്ടിയല്ല, നിങ്ങൾക്ക് വേണ്ടിയാണെന്ന് വിചാരിച്ച് പഠിച്ചാലേ രക്ഷയുള്ളൂ കേട്ടോ. അപ്പൊ ഈ 4 ഇക്വേഷൻസ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇനി 5ാമത്തെ ഇക്വേഷൻ എഴുതാൻ പോവാണ്. ബോർ മോഡൽ ഓഫ് ആറ്റം അനുസരിച്ച് നമ്മൾ പറയുന്നത് കാണുന്നുണ്ടോ? ഇല്ല, ഇനി അതിലേക്കാണ് അധികം കളിക്കുന്നത്, ചിലപ്പോൾ അതെല്ലാം കൂടി ഇടിഞ്ഞോളൂ. 5th ഇക്വേഷൻ MVR is equal to NH by 2 pi. Angular momentum MVR is equal to NH by 2 pi. Mass, M mass, V velocity, R radius, N ഏതാണ് ഷെൽ എന്നുള്ളത്. Angular momentum of the moving electron is given by R is the radius of the orbit. ഓക്കെ, നിങ്ങളുടെ അതിൽ പേജ് 30 കേട്ടോ. പേജ് 30 നിങ്ങളുടെ ടെക്സ്റ്റ് ഗൈഡില് പേജ് 30. ഇനി ഒരു ഇലക്ട്രോൺ ഒരു ലെവലിൽ നിന്ന് അടുത്ത ലെവലിലേക്ക് ജമ്പ് ചെയ്യാം. ഒരു ഇലക്ട്രോൺ, ഇതൊക്കെ പഠിപ്പിച്ചു കഴിഞ്ഞ കാര്യമാണ്. ഒരു ഇലക്ട്രോൺ ഈ ലെവൽ, ഫസ്റ്റ് ലെവലിൽ നിന്ന് സെക്കൻഡ് ലെവലിലേക്ക് ജമ്പ് ചെയ്യാം. n is equal to 1, n is equal to 2. ഇതിന്റെ എനർജി E2, ഇതിന്റെ എനർജി E1. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ E is equal to h nu എന്ന് നമുക്ക് എഴുതാൻ പറ്റും. 6ാമത്തെ ഇക്വേഷൻ, ചേഞ്ച് ഇൻ എനർജി is equal to h nu എന്ന് നമ്മൾ പഠിച്ചില്ലേ? അപ്പൊ h nu. അപ്പൊ ആ സമയത്ത് ആ എമിറ്റ് ചെയ്യുന്ന റേഡിയേഷൻസ് ഏത് ലെവലിലായിരിക്കും എന്ന് കാണാൻ വേണ്ടി നമുക്ക് ആ ഫ്രീക്വൻസി കാണാൻ ഡെൽറ്റ E ബൈ h കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഡെൽറ്റ, ഞാൻ h ഒന്നും ഇങ്ങനെ എഴുതട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നത് nu is equal to delta E by h.
page 31. The frequency of radiation absorbed or emitted when transition occurs between two stationary states. Transition, two stationary states is given by okay. അപ്പൊ 6 equations പഠിച്ചോ. ഇനി 7ാമത്തെ equation. The energy of നിങ്ങളുടെ ടെക്സ്റ്റിൽ തന്നെ നോക്കുക. Energy of an electron in the nth energy level of hydrogen atom. എല്ലാ ഹൈഡ്രജൻ ആറ്റത്തിന്റെയാണ് പറയുന്നത്. That means only one electron. En is equal to minus 2 pi squared me raised to 4 n squared h squared. നമ്മളെല്ലാം പഠിച്ചു കഴിഞ്ഞതാണ്. ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞതാണ്. ഇക്വേഷൻസിന്റെ ഒരു ടേബിൾ ഞാൻ എപ്പോഴും ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. അല്ലെങ്കിൽ അവരോട് എഴുതാൻ പറയും. ഇപ്പൊ ഒരു രക്ഷയില്ലല്ലോ, നമുക്ക് അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കാം. മൈനസ് 2 പൈ സ്ക്വയർഡ് me raised to 4. m എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് ഇലക്ട്രോൺ ആണ്. അപ്പോ ഇതെല്ലാം ഓരോ കോൺസ്റ്റന്റ് ആണെങ്കിൽ നമ്മൾ അതെല്ലാം കണ്ടുപിടിച്ചതിന് ശേഷം സെക്കൻഡ് എഴുതിയോ? എത്ര എഴുതിയോ എല്ലാവരും? ഞാൻ സ്പീഡിൽ പോകുന്നില്ല. നിങ്ങൾക്ക് പറ്റുന്ന വിധത്തിൽ നിങ്ങൾ എഴുതി മനസ്സിലാക്കി എടുക്കുക കേട്ടോ. ബാക്കി എല്ലാ കോൺസ്റ്റന്റും പൈയുടെ വാല്യൂ, എം മാസ് ഓഫ് ഇലക്ട്രോൺ നമുക്കറിയാം, ചാർജ് ഓഫ് ഇലക്ട്രോൺ അറിയാം. അങ്ങനെയാണെങ്കിൽ ഇത് നമ്മൾ സിംപ്ലിഫൈ ചെയ്യാണ്. ഇത് 1 ഇലക്ട്രോണിന്റെ ഒരു കേസ് ആവുമ്പോൾ നമുക്ക് എങ്ങനെ അത് സിംപ്ലിഫൈ ചെയ്യാമെന്ന് വെച്ചാൽ minus 2.18 into 10 raised to minus 18. Minus 2.18 into 10 raised to minus 18. ഇതിന്റെയൊക്കെ വാല്യൂസ് ഇപ്പൊ കോൺസ്റ്റന്റ് ആണ്. ഇതൊക്കെ കോൺസ്റ്റന്റ് ആണ്. അപ്പൊ അതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നിങ്ങൾ ചെയ്ത് നോക്കിക്കോ വേണമെങ്കിൽ. അപ്പൊ ഇങ്ങനെ ഒരു വാല്യൂ കിട്ടും. minus 2.18 into 10 raised to minus 18 divided by n squared. ഏത് ഓർബിറ്റ് ആണ്? ഫസ്റ്റ് ഓർബിറ്റ് ആണെങ്കിൽ 1, സെക്കൻഡ് ഓർബിറ്റ് ആണെങ്കിൽ 2. അപ്പോ ഇപ്പൊ ഇത് E1 ആണെങ്കിൽ ഇവിടെ നമ്മൾ എന്നിന്റെ വാല്യൂ എന്താ എഴുതേണ്ടത്? 1. E2 ആണെങ്കിലോ എന്നിന്റെ വാല്യൂ 2. അങ്ങനെ ഇടുക. Joule per atom. Joule per atom. ഇനി ഇതൊന്നും കൂടി ജനറലൈസ് ചെയ്ത ഒരു ഇക്വേഷൻ ആക്കുകയാണ്. ഇത്ര എഴുതിയോ? ഞാൻ ഇനി വീണ്ടും റിപ്പീറ്റ് ചെയ്യണ്ടല്ലോ. നിങ്ങൾ ഇത്ര എഴുതിയോ? നിങ്ങൾ അതിന് താഴെയായിട്ട് എഴുതുക ഇൻറ്റു Z squared അറ്റോമിക് നമ്പർ. അതായത് ഹൈഡ്രജന് ഒരു ഇലക്ട്രോൺ ആണ് ഉള്ളത്. അതേസമയം ഹീലിയത്തിന് He2 എന്ന് പറഞ്ഞാൽ 2 ഇലക്ട്രോൺ വരും. ഹീലിയത്തിന് എത്ര ഇലക്ട്രോൺ ആണ് വരുന്നത്? 2 ഇലക്ട്രോൺ. സോറി, ഹീലിയത്തിന് 2 ഇലക്ട്രോൺ ആണ് വരുന്നത്. അതിൽ നിന്ന് ഒരു ഇലക്ട്രോൺ പോയി. He+ ആവുമ്പോ വീണ്ടും അതൊരു ഇലക്ട്രോൺ ആയി. ഹീലിയത്തിന് 2 ഇലക്ട്രോൺ ആണ്. അതിൽ നിന്ന് ഒരു ഇലക്ട്രോൺ പോകുമ്പോൾ 1 ഇലക്ട്രോൺ ആയി. അതുപോലെ തന്നെ ലിഥിയം 3 ഇലക്ട്രോൺ ആണ് ലിഥിയത്തിനുള്ളത്. ലിഥിയത്തിൽ നിന്ന് 2 ഇലക്ട്രോൺ പോയി കഴിയുമ്പോൾ Le2+.
Li2+ ആവുമ്പോഴോ അവിടെയും 1 ഇലക്ട്രോൺ. അപ്പൊ ഇതിനെല്ലാം ഇത് ആപ്ലിക്കബിൾ ആണ്. പക്ഷെ എന്ത് പറ്റും, ഈ ഇസഡിന്റെ വാല്യൂ H1 ആണെങ്കിൽ Z is equal to 1, ഹീലിയം ആണെങ്കിൽ Z is equal to 2, ലിഥിയം ആണെങ്കിൽ Z is equal to 3 എന്ന് നമ്മൾ എഴുതി കൊടുക്കണം കാൽക്കുലേറ്റ് ചെയ്യാൻ. ഇത്രയും എല്ലാവരും ക്ലിയർ ആണോ? 7th ഇലക്ട്രോൺ ഇത് 2 സ്റ്റെപ്പ് ആയിട്ട് എഴുതുക. 7th ഇക്വേഷൻ 2 സ്റ്റെപ്പ് ആയിട്ട് എഴുതുക. ഇനി ഏഴെണ്ണം എഴുതി കഴിഞ്ഞല്ലോ, ഞാൻ വായിച്ചോട്ടെ? ആരെങ്കിലും മെസ്സേജ് ചെയ്യാൻ കഴിഞ്ഞോ? മനസ്സിലായോ? ഓക്കെ താങ്ക് യു. ഇനി 8th ക്വസ്റ്റ്യൻ, സോറി 8th ഇക്വേഷൻ. റേഡിയസ് കാണാനുള്ള ഇക്വേഷൻ. വൺ ഇലക്ട്രോൺ ഉള്ള കേസില് 0.529 n square divided by Z. 0.1529 n square. ആരും സ്ക്രീൻഷോട്ട് എടുക്കുകയോ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഫോർവേഡ് ചെയ്യുകയോ ഒന്നും ചെയ്യണ്ട. എന്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. Z എന്ന് പറഞ്ഞാൽ അറ്റോമിക് നമ്പർ, N എന്ന് പറഞ്ഞാൽ എത്രാമത്തെ ലെവൽ ആണെന്നുള്ളത്. അപ്പൊ 8 ഇക്വേഷൻസ് നിങ്ങൾ പഠിച്ചു. ഇനി 9ാമത്തെ ഒരു ഇക്വേഷൻ ആണ് ഡ്യുവൽ നേച്ചർ. ഡ്യുവൽ നേച്ചർ എന്ന് പറഞ്ഞാല് പാർട്ടിക്കിൾ ആസ് വെൽ ആസ് വേവ് നേച്ചർ. ഡ്യുവൽ നേച്ചർ, പാർട്ടിക്കിൾ ആസ് വെൽ ആസ് ഡ്യുവൽ നേച്ചർ. ഇതിനെ പറ്റി നമ്മളെ പഠിപ്പിച്ച സയന്റിസ്റ്റ് ആണ് ഡി ബ്രോഗ്ലി. ഇതെല്ലാം ഒരുമിച്ച് ഓർക്കണം. ഡി ബ്രോഗ്ലിസ് ഇക്വേഷൻ ചോദിക്കാം. ഡ്യുവൽ നേച്ചറിനെ പറ്റി പറയുന്ന ഇക്വേഷൻ ഏതാണെന്ന് ചോദിക്കാം. lambda is equal to h by mv. Lambda is equal to h by mv. Lambda wavelength, h Planck's constant, m mass, v velocity. ഇനി ഈ m into v തന്നെ നമുക്ക് ഇങ്ങനെ എഴുതാം. This is known as P is momentum. എന്താണ്? momentum. ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? ലാംഡ ഇസ് ഈക്വൽ ടു h by p. h by p. ഈ ഇക്വേഷൻ എങ്ങനെയാണ് ഡിറൈവ് ചെയ്തതെന്നുള്ളത് നിങ്ങളുടെ ഇതിലുണ്ട്. നമ്മൾ നേരത്തെ പഠിച്ച 2 ഇക്വേഷൻ ഇല്ലേ, ഈസ് ഈക്വൽ ടു h ന്യൂ. പിന്നെ നമ്മൾ പഠിച്ച ഐൻസ്റ്റീൻസ് ഇക്വേഷൻ നിങ്ങൾ പണ്ട് പഠിച്ചിട്ടുണ്ട്, ഈസ് ഈക്വൽ ടു mc². ഈ 2 ഇക്വേഷനിൽ നിന്ന് ഡെറിവേഷൻ ഒന്നും ചോദിക്കാറില്ല. ഇതിൽ നിന്നാണ് ഇതിലേക്ക് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ചോദിക്കാം എന്താണ് ഇതിന്റെ ഡി ബ്രോഗ്ലി ഇക്വേഷന്റെ സിഗ്നിഫിക്കൻസ്?
ലാംഡയുടെ വാല്യൂ കൂടുകയാണ്. ലാംഡ ഇൻക്രീസസ്, മാസ് ഡിക്രീസസ്. ഒന്നുകൂടെ ഞാനത് എടുത്ത് എഴുതാണ്. ലാംഡ ഇസ് ഈക്വൽ ടു എച്ച് ബൈ എം വി. മാസ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ഫോർ എക്സാമ്പിൾ ഒരു ക്രിക്കറ്റ് ബോൾ മാസ് കൂടുതലാണ് അതിന്, അപ്പൊ അതിന്റെ വേവ് ക്യാരക്ടർ ഡിക്രീസ് ചെയ്യും. വേവ് ക്യാരക്ടർ ഡിക്രീസസ്. ഓക്കെ, അതേസമയം ഇലക്ട്രോണിന്റെ മാസ് വളരെ ചെറുതാണ് അല്ലെ, വളരെ ചെറിയ മാസാണ്. അപ്പൊ അവിടെ ഏത് ക്യാരക്ടർ ആയിരിക്കും ഡോമിനന്റ് ആയിരിക്കുന്നത്? വേവ് ക്യാരക്ടർ. അപ്പൊ അങ്ങനെയാണ് വേവ് ക്യാരക്ടർ. ഒരു പാർട്ടിക്കിളിൽ രണ്ട് ക്യാരക്ടർ ഉണ്ടെന്നാ പറയണത്. വേവ് നേച്ചറും ഉണ്ട്, പാർട്ടിക്കിൾ നേച്ചറും ഉണ്ട്. അത് എപ്പോഴായിരിക്കും സിഗ്നിഫിക്കന്റ് ആവണേന്നുള്ളതാണ് മാസിനെ ആശ്രയിച്ചിരിക്കും. ഓക്കെ, മാസ് ഇൻക്രീസസ്, ലാംഡ ഡിക്രീസസ്. മാസ് ഡിക്രീസസ്, ലാംഡ ഇൻക്രീസസ്. ക്ലിയർ? ഇനി അടുത്തത് നമ്മള് 9 ഇക്വേഷൻ എഴുതിയോ? എല്ലാവരും എഴുതിയോ? എഴുതിയേക്കുന്ന ഭംഗിയായിട്ട് എഴുതിയേക്കുന്ന ആൾക്കാർ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒന്ന് അയച്ചു കൊടുക്കണം കേട്ടോ. ക്ലാസ് മിസ്സായിരിക്കുന്ന ആളുകളുണ്ട്. ആവശ്യമുള്ളവർക്ക് കേട്ടോ, ചിലവർക്കൊന്നും ആവശ്യമൊന്നുമില്ല. എഴുതി കഴിഞ്ഞോ? ടീച്ചർ അടുത്ത ഇക്വേഷനിലേക്ക് പോയിക്കോട്ടെ. സാനിയ ആൻഡ് ദീപക്, വെരി ഗുഡ്. ശ്രദ്ധിക്കുന്ന ഒരാളുണ്ടെങ്കിൽ അയാൾക്ക് വേണ്ടി നന്നായിട്ട് ക്ലാസ് എടുക്കണം എന്നാണ് എന്റെ വിശ്വാസം. അതിന് ബാക്കിയുള്ള ആൾക്കാർ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. 1-2 പേരെങ്കിലും ആവശ്യമുള്ളവരുണ്ടല്ലോ, ഡൗട്ടൊക്കെ ചോദിച്ച് പഠിക്കുന്നവരൊക്കെ ഉണ്ട്. ഹെയ്സൻബർഗ്സ് അൺസർട്ടോണിറ്റി പ്രിൻസിപ്പളിന്റെ ഇക്വേഷൻ. അയ്യോ, എത്രയാ നമ്പർ? ഞാൻ മറന്നുപോയില്ല. 10 ആണോ? മരിയ റെമി, 10 ആണോ നമ്പർ അടുത്ത ഇക്വേഷന്റെ? 10. യെസ്, താങ്ക് യു. 10. Equation 10. Heisenberg's uncertainty principle. Delta x into delta p, which is greater than or equal to h by 4 pi. Okay, അപ്പൊ നിങ്ങൾ ചിന്തിക്കേണ്ടത് ഇവിടെ ഈ പ്രോബ്ലത്തിന് വരുമ്പോൾ ഗ്രേറ്റർ ദാൻ ഒരു ഈക്വൽ ടു എന്ന് വേണ്ട. നമുക്ക് പ്രോബ്ലത്തിൽ വരുമ്പോൾ ഈക്വൽ തന്നെയിട്ട് ചെയ്യാം. ആക്ച്വലി ഇതാണ് വാല്യൂ. അതായത് ഇതൊരു ഫിക്സഡ് വാല്യൂ ആണ്, ഒരു കോൺസ്റ്റന്റ് ആണ്. ആ കോൺസ്റ്റന്റിനേക്കാളും കൂടുതലായിരിക്കും എന്നാണ്. ഓക്കെ, അപ്പൊ ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പി വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 4 പൈ. അപ്പൊ ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അൺസർട്ടേണിറ്റി. അൺസർട്ടേണിറ്റി ഇൻ പൊസിഷൻ. ഡെൽറ്റ പി എന്ന് പറഞ്ഞാൽ എന്താ? അൺസർട്ടേണിറ്റി ഇൻ മൊമെന്റം. നിങ്ങളത് ഞാൻ എഴുതി വരുമ്പോ ആകെ കുത്തിവെച്ച പോലെയോ, അതുകൊണ്ടാണ് അൺസർട്ടേണിറ്റി ഇൻ പൊസിഷൻ ആൻഡ് അൺസർട്ടേണിറ്റി ഇൻ മൊമെന്റം. ഓക്കെ, അത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒരു കോൺസ്റ്റന്റിന്റെ ഈക്വൽ ആയിരിക്കണം. അപ്പൊ ഇത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ടീച്ചർ ഒരു ചെറിയ ഒരു കാര്യം പറയാം. 50 into 2 is equal to 100. ഇത് കോൺസ്റ്റന്റ് ആണ് അല്ലെ? അപ്പൊ ഞാൻ ഇവിടെ 50ക്ക് പകരം 25 എടുത്ത് 50യുടെ കുറച്ച് 25 ആക്കി. മൾട്ടിപ്ലൈ ചെയ്യുമ്പോ എന്തായാലും 100 കിട്ടണ്ടേ? ഇവിടെ എന്തായിരിക്കും? 25 into ഈ വാല്യൂ കുറയുമ്പോൾ ഈ വാല്യൂ കൂടണം അല്ലെ? ഇത് കുറയുമ്പോൾ ഇത് കൂടണം. ഇവിടെ 25 into 4 ആവും. അപ്പൊ അൺസർട്ടേണിറ്റി, നമ്മള് അൺസർട്ടേണിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? അനിശ്ചിതത്വമാണ്. കണ്ടുപിടിക്കാൻ നമുക്ക് പറ്റണില്ല. അതിലൊരു അനിശ്ചിതം. ഇപ്പൊ തന്നെ നമ്മുടെ ക്ലൈമറ്റ് അൺസർട്ടൺ ആണ് അല്ലെ? ഇന്നലെ അവര് പറഞ്ഞ പ്രെഡിക്റ്റ് ചെയ്തതൊന്നും അല്ല ക്ലൈമറ്റില്. ഒരു അൺസർട്ടേണിറ്റി ഉണ്ട് അവിടെ. എല്ലാത്തിലും ഒരു അൺസർട്ടേണിറ്റി ആണ് അല്ലെ? ഇപ്പൊ കൊറോണ മാറും എന്ന് പറഞ്ഞിട്ട് കൊറോണ തൊട്ട് മാറണമില്ല. അപ്പൊ എല്ലാം നമുക്കൊരു അൺസർട്ടൺ ആണ്. അപ്പൊ അങ്ങനെ ഒരു അൺസർട്ടേണിറ്റിയിൽ നിൽക്കണതാണ്. അപ്പൊ ഒരാള് ഒരു ഭയങ്കര മൈക്രോസ്കോപ്പിക്, ദിസ് ഇസ് ആപ്ലിക്കബിൾ ഓൺലി ഫോർ മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾ. ഫോർ എക്സാമ്പിൾ ഇലക്ട്രോണിനാണ് നമ്മളത് അപ്ലൈ ചെയ്യുന്നത്. മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾ, വെരി സ്മോൾ. അപ്പൊ നമ്മൾ ഒരു ചെറിയൊരു പാർട്ടിക്കിൾ ആണ്, അതിന്റെ പൊസിഷൻ ഇങ്ങനെ നമ്മൾ കണ്ടുപിടിച്ച് ആക്യുറേറ്റ് ആയിട്ട് കണ്ടുപിടിച്ച് വരുമ്പോൾ അതിന്റെ പൊസിഷൻ, ഐ മീൻ അതിന്റെ വെലോസിറ്റി ചേഞ്ച് ചെയ്തിട്ടുണ്ടാവും. വെലോസിറ്റി കണ്ടുപിടിച്ച് വരുമ്പോൾ അതിന്റെ പൊസിഷൻ ചേഞ്ച് ചെയ്തിട്ടുണ്ടാവും.
ഇതിന് ഞാനൊരു എക്സാമ്പിൾ പറയാം. നമ്മൾ ക്രിക്കറ്റ് കളിക്കുമ്പോൾ ബൗളിങ്ങിന്റെ സ്പീഡ് എല്ലാം നമുക്ക് പറയാൻ പറ്റുന്നുണ്ട്. ഇത്രയും മീറ്റർ പെർ സെക്കൻഡിലാണ് അയാൾ ബൗൾ ചെയ്യണേന്ന് പറയാൻ പറ്റുന്നുണ്ട് അല്ലെ. എന്നിട്ട് നമുക്ക് ആ ബോളും ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, രണ്ടും ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, പൊസിഷനും വെലോസിറ്റിയും ഒപ്പം ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഒരു അത് മാസ് ഉള്ളത് കൊണ്ടാണ്. അതേസമയം ഒരു ഇലക്ട്രോൺ ആണ് നമ്മൾ എടുക്കണതെങ്കിൽ അതിന്റെ പൊസിഷനും മൊമെന്റവും ഒരേ സമയം ആക്യുറേറ്റ് ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റില്ല. മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾ ആണ്. അപ്പൊ നമ്മൾ ഇത് വളരെ ആക്യുറേറ്റ് ആയിട്ട് കണ്ടുപിടിച്ചാൽ ഇതിന്റെ ആക്യുറസി കുറയും. ഇതാണ് നമ്മൾ ഭയങ്കരമായിട്ട് ആക്യുറേറ്റ് ആയിട്ട് കണ്ടുപിടിക്കണമെങ്കിൽ ഇതിന്റെ ആക്യുറസി കുറയും. ഓക്കെ, അപ്പൊ ഇത് മനസ്സിലാവാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ്. അപ്പൊ ഇത് തന്നെയായിട്ട് പി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഡെൽറ്റ എക്സ് ഇൻറ്റു മാസ് ഇൻറ്റു വെലോസിറ്റി ആണ്. മൊമെന്റം എന്ന് പറഞ്ഞാൽ മാസ് ഇൻറ്റു വെലോസിറ്റി ആണ്. മാസ് ഇൻറ്റു ഡെൽറ്റ വി എന്ന് എഴുതുക. അതെന്താണെന്ന് നിങ്ങൾ ചോദിക്കും. മാസിന് ഡെൽറ്റ കൊടുക്കട്ടെ, മാസ് ചേഞ്ച് ചെയ്യോ? ഇല്ല, മാസിന് ചേഞ്ച് വരത്തില്ല, മാസ് കോൺസ്റ്റന്റ് ആണ്, അതുകൊണ്ടാണ് ഡെൽറ്റ കൊടുക്കാറുള്ളത്. അതേസമയം വെലോസിറ്റി ചേഞ്ച് ചെയ്യും, പൊസിഷൻ ചേഞ്ച് ചെയ്യും. ഈക്വൽ ടു എച്ച് ബൈ 4π. മാസ് കോൺസ്റ്റന്റ് ആയതുകൊണ്ട് നമുക്ക് ഇത് ഇപ്പുറത്തേക്ക് എടുക്കാം. ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ വി വിച്ച് ഈസ് ഈക്വൽ ടു എച്ച് ബൈ 4π m. ഇതിപ്പോ ശരിക്കും ഒരു കോൺസ്റ്റന്റ് ആയിട്ടുണ്ട്, മാസ് കൂടിയിട്ട്. ഇനി ഞാൻ ഇവിടെ പറയട്ടെ, ഈ മാസ് കൂടണ അനുസരിച്ച് ഇതിന്റെ അൺസർട്ടണിറ്റി കുറയും. ഇവിടെ മാസ് കൂടുകയാണെങ്കിൽ അൺസർട്ടണിറ്റി കുറയും. മാസ് വളരെ കുറവാണെങ്കിൽ അൺസർട്ടണിറ്റി കൂടും. കണ്ട, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ അല്ലേ? അങ്ങനെയാണ് മനസ്സിലാക്കി പഠിക്കണം. ബൈഹാർട്ടും പഠിക്കാം, മനസ്സിലാക്കിയും പഠിക്കാം. ബൈഹാർട്ട് പഠിച്ചാല് നമുക്ക് ആ ഒരു ബോറിംഗ് ആയിരിക്കും. നമുക്ക് എന്താന്ന് മനസ്സിലാവാതെ എന്തൊക്കെയോ പഠിച്ചിരിക്കുന്നു. ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ വി എച്ച് ബൈ 4π m. ഓക്കെ, അപ്പൊ ഡെൽറ്റ എക്സ് ഡെൽറ്റ വി വിച്ച് ഈസ് ഈക്വൽ ടു എച്ച് ബൈ 4π m. അപ്പൊ ഇവിടെ അൺസർട്ടണിറ്റിയും പൊസിഷൻ, അൺസർട്ടണിറ്റിയും വെലോസിറ്റി. ഇങ്ങനെയാണ് ഹെയ്സൻബർഗ്സ് അൺസർട്ടണിറ്റി പ്രിൻസിപ്പിൾ എഴുതേണ്ടത്. അതിന്റെ പ്രോബ്ലംസും ഒക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. എഴുതി കഴിഞ്ഞോ? ഇത്രയുമാണ് 10 ഇക്വേഷൻസിൽ, ഇത്രയുമാണ് ഇതിലെ പ്രധാനപ്പെട്ട ഇക്വേഷൻസ്. ഇനി എല്ലാവരും എഴുതി കഴിഞ്ഞോ? ജോസ്ന മരിയ എഴുതി കഴിഞ്ഞോ? ഓക്കെ, താങ്ക് യു. ഞാൻ പണ്ടേ ബോർഡ് വാങ്ങിച്ചു വെച്ചിരുന്നതാണ്, പക്ഷെ പിള്ളേരെല്ലാം കംപ്ലൈന്റ് പറയുന്നുണ്ടായിരുന്നു അവർക്ക് റേഞ്ച് ഇല്ല എന്നൊക്കെ. പിന്നെ എനിക്ക് മനസ്സിലായത് ഒരു അടവാണോ. അടുത്ത പ്രധാനപ്പെട്ട, അപ്പൊ ഇക്വേഷൻസ് എല്ലാം കഴിഞ്ഞു. കോണ്ടന്റ് നമ്പേഴ്സും കൂടെ ഒന്നുകൂടെ എടുത്തു തരികയാണ്. എനിക്ക് എത്ര എടുത്താലും മതിയാവാത്ത ഒരു കാര്യമാണ് കോണ്ടന്റ് നമ്പേഴ്സ്. നമുക്ക് എല്ലാവർക്കും ഒരു അഡ്രസ് ഉണ്ട് അല്ലെ? അതുപോലെ നമ്മുടെ ഇലക്ട്രോണിന്റെ അഡ്രസ് ആണ് കോണ്ടന്റ് നമ്പേഴ്സ്. ഇപ്പൊ പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പർ, പേര്, വീട്ടുപേര്, അടുത്ത ലൈനില് ഏത് അസിമിത്തൽ കോണ്ടന്റ് നമ്പർ, ഏത് റോഡാണ്, അത് പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പർ, അസിമിത്തൽ കോണ്ടന്റ് നമ്പർ, മാഗ്നറ്റിക് കോണ്ടന്റ് നമ്പർ എന്ന് പറയുമ്പോൾ ഏത് ഡിസ്ട്രിക്റ്റ് ആണ്, സ്പിൻ കോണ്ടന്റ് നമ്പർ എന്ന് പറയുമ്പോൾ ഏത് സ്റ്റേറ്റ് ആണ്. അങ്ങനെ ഒരു അഡ്രസ് ആണ് ഇലക്ട്രോണിന്റെ പറയുന്നത്. ഇലക്ട്രോൺ എവിടെയാണെന്ന് ഇതറിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അതിന് വീണ്ടും വീണ്ടും എടുക്കണം, കുറെ വീഡിയോ അതൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ. പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പർ ഒന്നാമത്തത് n. എന്ന് പറഞ്ഞാല് എന്തൊക്കെയാണ് പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പർ n? എല്ലാവരും എഴുതാം. പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പർ n. ഇത് പറയുന്നത് സൈസ് ഓഫ് ദ ആറ്റം.
പിന്നെ എനർജി. പിന്നെ ഏത് ഷെല്ലാണെന്ന്, ഏത് ഷെൽ അല്ലെ, 3 കാര്യമാണ് ഇത് പറയുന്നത്. എഴുതിയോ എല്ലാവരും? പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പർ എഴുതാൻ നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ അത് എഴുതിയില്ല. പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പർ N. ഓക്കെ, ഇനി അത് ഏതൊക്കെയാണ്? N is equal to 1, 2, 3, 4. K ഷെൽ, L ഷെൽ, M ഷെൽ, KL, M എന്നുള്ള അങ്ങനെ ഷെല്ലുകൾ പോവാണ്. KL, M, N. അതായത് നമ്മളുടെ ഇത് ന്യൂക്ലിയസ് ആണെന്ന് ഇരിക്കട്ടെ. ഇതിന്റെ ഫസ്റ്റ് ഷെൽ, സെക്കൻഡ് ഷെൽ, തേർഡ് ഷെൽ, ഇതൊക്കെ പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പർ പറയുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തത് അസിമുത്തൽ കോണ്ടന്റ് നമ്പർ. അസിമുത്തൽ കോണ്ടന്റ് നമ്പർ എഴുതിയോ? അസിമുത്തൽ കോണ്ടന്റ് നമ്പർ L. ഇതിന് വേറൊരു പേരും കൂടി ഉണ്ട്, ആംഗുലാർ മൊമെന്റം കോണ്ടന്റ് നമ്പർ. ഇത് പറയുന്നത് സബ്ഷെൽ. സബ്ഷെൽ. ഓക്കെ, സബ്ഷെല്ലിനെ പറ്റി പറയുന്നുണ്ട്. വേറെ എന്തിനെ പറ്റി ഇത് പറയുന്നത്? ഷേപ്പ്. ഷേപ്പ് ഓഫ് ഓർബിറ്റൽ. ഓക്കെ, ഇതിന്റെ വാല്യൂ എവിടെ നിന്നാ കിട്ടണം? എന്നിന്റെ വാല്യൂയിൽ നിന്നാണ് വാല്യൂ കിട്ടണം. L can have values 0 to n minus 1. 0 to n minus 1. നമുക്ക് നോക്കാം. L is equal to 0. N is equal to 1 ആണെങ്കിൽ L is equal to 0. അപ്പൊ S subshell. അതായത് ഈ ഫസ്റ്റ് എനർജി ലെവലില് എസ് മാത്രമേ വരുന്നുള്ളൂ ഫസ്റ്റ് ഷെല്ലില്. അതുകൊണ്ടാണ് നമ്മൾ 1 എന്ന് എഴുതിയിട്ട് 1s എന്ന് മാത്രമേ എഴുതുന്നുള്ളൂ. 1p എന്ന് നമ്മൾ അവിടെ എഴുതുന്നില്ല. മനസ്സിലാവണ്ട? ഫസ്റ്റില് ആകെ ഒരെണ്ണമേ വരുന്നുള്ളൂ. n is equal to 2. L can have values 0, then 1. 0 എന്ന് പറഞ്ഞാൽ എസ് സബ്ഷെൽ, 1 എന്ന് പറഞ്ഞാൽ പി സബ്ഷെൽ. അതുകൊണ്ടാണ് സെക്കൻഡിൽ നമ്മൾ എഴുതുന്നത് 2s 2p എന്ന് എഴുതും. ഇവിടെ നമുക്ക് എസും കിട്ടും പിയും കിട്ടും. ക്ലിയർ ആണോ? അല്ലെങ്കിൽ നിങ്ങളൊന്ന് ചോദിച്ചോളൂ കേട്ടോ, ഒരു കുഴപ്പമില്ല. ക്ലിയർ ആണോ? വിദ്യ ക്ലിയർ ആണോ? വിദ്യ എസ് എഴുതിയേക്കണത് ഇതിനാണോ? ക്ലാസ്സിൽ കയറാൻ പറ്റാത്തവർക്ക് നഷ്ടമായല്ലേ? ഓക്കെ, അത്രയും ക്ലിയർ അല്ലേ? ഇനി n is equal to 3 കൂടി എഴുതാം നമുക്ക്. തേർഡ് ഷെൽ L can have values 0, 1, 2. അതായത് എസ് പി ഡി. അതുകൊണ്ടാണ് നമ്മൾ 3യില് 3s 3p 3d എഴുതുന്നത്.
മനസ്സിലാവുണ്ടോ? എസും പിയും ഡിയും ആണ്. ഇത്രയും എല്ലാവരും എഴുതി കഴിഞ്ഞോ? ഓക്കെ, എല്ലാവരും എഴുതി കഴിഞ്ഞോ? മനസ്സിലായല്ലോ? വായിച്ചോട്ടെ. അപ്പൊ 2 കോണ്ടാക്ട് നമ്പേഴ്സേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. ഇനി 3ാമത്തെ കോണ്ടാക്ട് നമ്പർ ആണ് മാഗ്നറ്റിക് കോണ്ടാക്ട് നമ്പർ എം. എല്ലാവരും എഴുതുക, നിങ്ങൾ പേര് എഴുതിക്കോളൂ കേട്ടോ. 3ാമത്തെ കോണ്ടാക്ട് നമ്പർ ആണ് മാഗ്നറ്റിക് കോണ്ടാക്ട് നമ്പർ എം. എം വിൽ ഗീവ്, എന്താണ് എം തരുന്നത് നമുക്ക്? നമ്പർ ഓഫ് ഓർബിറ്റൽസ്, അല്ലെങ്കിൽ നമ്മൾ പറയും ഓറിയന്റേഷൻ. നമ്പർ ഓഫ് ഓർബിറ്റൽസ് ഓർ ഓറിയന്റേഷൻസ്. ഓക്കെ, അപ്പോ എമ്മിന്റെ വാല്യൂസ് നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? -L. വായിക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ, ത്രൂ 0, അല്ലെങ്കിൽ നിങ്ങൾ 0 എഴുതാൻ വിട്ടുപോയി. ത്രൂ 0 to +L, that is -L, 0 + L. നമുക്ക് ഓരോ എല്ലിന്റെ വാല്യൂ കിട്ടിയാലേ നമുക്ക് എമ്മിന്റെ വാല്യൂ എഴുതാൻ പറ്റുള്ളൂ അല്ലെ. അപ്പൊ എമ്മിന്റെ വാല്യൂ 0 ആണെങ്കിൽ, എമ്മിന്റെ വാല്യൂ 0 എന്ന് പറഞ്ഞാൽ എല്ലിന്റെ വാല്യൂ 0 മീൻസ് നമുക്കറിയാം അത് എസ് സബ്ഷെൽ ആണെന്ന് അറിയാം. എല്ലിന്റെ വാല്യൂ 0, എസ് സബ്ഷെൽ. എം ക്യാൻ ഹാവ് വാല്യൂസ്, എമ്മിന്റെ വാല്യൂ എഴുതാം 0, -0 +0 നമുക്ക് എഴുതാൻ പറ്റുമോ? 0. ഓക്കെ, അപ്പൊ ഓൺലി 1 orbital for S subshell. Only 1 orbital for S subshell. അതായത് ഇവിടെ നമ്മൾ എസ് ഓർബിറ്റൽ എഴുതുമ്പോൾ നമ്മൾ ഇങ്ങനെ ഒരെണ്ണം എഴുതുമ്പോൾ 1s 2s 2p, അല്ലാതെ നമ്മൾ പിയുടെ എഴുതുന്ന പോലെ ഇങ്ങനെ എഴുതുന്നുണ്ടോ? ഇതാണ് പിയുടെ ഡിഫറെന്റ് ഓർബിറ്റൽസ്, px py pz. മനസ്സിലാവുണ്ടോ? അങ്ങനെ എഴുതുന്നില്ല. എസിന് ഒരു ഓർബിറ്റൽ എഴുതും അല്ലെ. എസ് ഇതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ എഴുതും, ഒരു ഓർബിറ്റൽ, ഓൺലി 1 ഓർബിറ്റൽ. ഇനി L is equal to 1, that is P subshell. M can have values -1, 0, +1. കണ്ടോ? അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ എഴുതുന്നത് 3 ഓർബിറ്റൽ. ഇത് ഈ വാല്യൂ അല്ല നമ്മൾ എടുക്കുന്നത്, ഈ മാഗ്നിറ്റ്യൂഡ് അല്ല നമ്മൾ എടുക്കുന്നത്, ഇതിന്റെ നമ്പർ ആണ് നമ്മൾ എടുക്കുന്നത്. -1, 0, +1. അപ്പൊ 3 നമ്പേഴ്സ് വന്നു ഇവിടെ. അപ്പൊ അതുകൊണ്ട് ഇവിടെ 3 ഓർബിറ്റൽസ്, പി സബ്ഷെല്ലിന് 3 ഓർബിറ്റൽസ് ഉണ്ട്, px py pz. 3 orbitals for p subshell. ക്ലിയർ ആണോ? എഴുതിയോ? ഇനി എല്ലാവരും L is equal to 2 എന്ന് എഴുതിയേ.
ഇത് കഴിഞ്ഞോ? വായിച്ചോട്ടെ. കഴിഞ്ഞിട്ടില്ലേ? മേരി നിയ, അമല ഗോഡ്ബിൻ, ഓക്കെ താങ്ക് യു. മേരി റമി, ഓക്കെ ഓക്കെ താങ്ക് യു. ഇനി നമ്മളപ്പോ L is equal to 0യും 1ഉം എഴുതി. L is equal to 2. ഏതാണ്? D subshell. D subshell. ഓർബിറ്റൽ എന്താണ്, സബ്ഷെൽ എന്താണെന്നൊക്കെ കൃത്യമായിട്ട് മനസ്സിലാവണം കേട്ടോ. സബ്ഷെല്ലാണ് SPDF ഒക്കെ സബ്ഷെല്ലാണ്. എസ്സില് തന്നെ അതിൽ വേറെ ഒന്നും ഇല്ലാത്തതാണ് എസ് ഓർബിറ്റൽ എന്ന് പറയും. അതേസമയം PX, PY, PZ ഓർബിറ്റൽസ് ആണ്. M can have values -2, -1, 0, +1, +2. ചില ടെക്സ്റ്റിലും തിരിച്ചാണ് എഴുതിയേക്കണ, ഒരു പ്രോബ്ലം ഇല്ല, അങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല. പക്ഷെ നമ്മൾ ഏറ്റവും കുറവ് വാല്യൂ -2 അല്ലേ, അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ എഴുതും. അപ്പൊ ഇവിടെ കണ്ടോ, അതുകൊണ്ടാണ് ഡിയുടെ ഓർബിറ്റൽസ് ഇങ്ങനെ 5 എണ്ണം വരുന്നത്. കണ്ടോ, ഇതിന്റെ പേരുകളാണ്. അന്ന് നിങ്ങൾക്ക് ഈ സിലബസ് ഫോക്കസ് ഏരിയയിലില്ല, പക്ഷെ പഠിച്ചാൽ നല്ലതാണ്. DXY, DXZ, DYZ, DX² -Y², DZ². ഇതാണ് ഇതിന്റെ പേരുകൾ. 5 ഓർബിറ്റൽസ്, 5 orbitals for D subshell. എഴുതിയോ? ഇനി സ്പിൻ ക്വാണ്ടം നമ്പർ, നാലാമത്തത് സ്പിൻ ക്വാണ്ടം നമ്പർ. യെസ്, ഇതിന്റെ വാല്യൂ ചോദിച്ചാൽ +½ or -½ എന്ന് എഴുതിയാൽ മതി. If it is only 1 electron, it's +½ If there are 2 electrons, ഒരെണ്ണത്തിന്റെ വാല്യൂ +½ ആണെങ്കിൽ മറ്റേതിന്റെ വാല്യൂ -½ ആയിരിക്കും. ഓറിയന്റേഷൻ, അതായത് ക്ലോക്ക് വൈസ് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ക്ലോക്ക് വൈസ് സ്പിന്നിങ് ആയിരിക്കാം, അല്ലെങ്കിൽ ചിലത് ആന്റി ക്ലോക്ക് വൈസ് സ്പിന്നിങ് ആയിരിക്കും. സ്പിന്നിങ് ഓഫ് ഇലക്ട്രോൺ. യെസ്, ഇനി ഇത്രയും ക്ലിയർ അല്ലേ? വായിച്ചോട്ടെ. ജോസ്ന വായിച്ചോട്ടെ. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്, ഞാൻ പെട്ടെന്ന് ലാസ്റ്റത്തെ 2-3 ടോപ്പിക് നിങ്ങളോട് പറഞ്ഞിട്ട് പോട്ടെ. ഇലക്ട്രോൺസ് നമ്മൾ എന്തുകൊണ്ടാണ് 1s, 2s, 2p, 3s ഇതെല്ലാം ഒരേ ലൈനിൽ 3p, 3d, 4s, 4p, 4d, 5s. അതായത് ഇലക്ട്രോൺ ഫില്ലിംഗ് ആണ്. ഇലക്ട്രോണിന്റെ ഫില്ലിംഗ് ആണ്. 1s കഴിഞ്ഞാൽ ഞങ്ങൾ ഇങ്ങനെ പഠിച്ചില്ല, 2s, 2s കഴിഞ്ഞ് 2p, നേരെ അല്ലെങ്കിൽ ശരിയാവില്ല കേട്ടോ. 3s, 3s കഴിഞ്ഞ് 3p, 4s, 4s കഴിഞ്ഞ് 4p അല്ല, 3p കഴിഞ്ഞ് 3d അല്ല, 4s ആണ്. 4s കഴിഞ്ഞാൽ 3d ആണ് വരുന്നത്. 3d, 4p, 5s. കണ്ടോ, ഇങ്ങനെയാണ് ഫില്ലിംഗ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഫില്ലിംഗ് വരുമ്പോഴാണ് നമുക്ക് ചില ഡൗട്ട് വരാം. ഓബോ പ്രിൻസിപ്പിൾ അനുസരിച്ച് ലോവർ എനർജി ഫില്ല് ചെയ്തതിനു ശേഷമേ ഹയർ എനർജി ഫില്ല് ചെയ്യുള്ളൂ. അത്രയേ ഉള്ളത്. ഓബോ പ്രിൻസിപ്പിൾ ഭയങ്കര ബൈഹാർട്ടൊക്കെ പിള്ളേർ പഠിക്കും. ലോവർ എനർജി ഓർബിറ്റൽസ് ഇലക്ട്രോൺ ഒക്യുപ്പൈ ചെയ്തതിനു ശേഷമേ ഹയർ എനർജി ഓർബിറ്റലിലേക്ക് പോവുള്ളൂ. അത്രയും അത് പറയുന്നത്. ഇനി ഹൺസ് റൂൾ ആണ് ഇത്തിരി നിങ്ങൾക്ക് പഠിക്കാൻ ഒരു ബുദ്ധിമുട്ട് എനിക്ക് പറഞ്ഞിട്ടുള്ളത്. ഹൺസ് റൂൾ ഓഫ് മാക്സിമം മൾട്ടിപ്ലിസിറ്റി. അതായത് ഈ ഓർബിറ്റലില് 4 ഇലക്ട്രോൺ നമുക്ക് ഫില്ല് ചെയ്യണം. ഈ ഓർബിറ്റലിൽ 4 ഇലക്ട്രോൺ ഫില്ല് ചെയ്യണം.
ഒരു കുട്ടിയോട് ഫില്ല് ചെയ്യാൻ പറഞ്ഞപ്പോ ഒരു കുട്ടി ഇതാ ഇങ്ങനെ ഫില്ല് ചെയ്ത് വെച്ചു. വേറൊരു കുട്ടി ഇങ്ങനെ ഫില്ല് ചെയ്ത് വെച്ചു. വേറൊരാള് ഓരോന്നിനും ഓരോന്ന് കൊടുത്തതിന് ശേഷം ഓരോന്നിനും ഓരോ ഇലക്ട്രോൺ കൊടുത്തതിന് ശേഷം ഫില്ലിംഗ് നടത്തി. അല്ലെ? ഇതാണ് കറക്റ്റ്. ഇത് രണ്ടും തെറ്റാണ്. അതാണ് ഹാൻസ് റൂള് പറയണത്. നോ പെയറിംഗ് ഒക്കേഴ്സ് അണ്ടിൽ ഓൾ ദ ഓർബിറ്റൽസ് ആർ സിംഗ്ലി ഓക്യുപ്പൈഡ്. ഒരു ഓർബിറ്റൽ, ഇതൊരു ഓർബിറ്റലാണ്, ഇതൊരു ഓർബിറ്റലാണ്, ഇതൊരു ഓർബിറ്റൽ. ഓരോ ഓർബിറ്റലിനും ഓരോ ഇലക്ട്രോൺ കൊടുത്തതിന് ശേഷമേ അത് തിരിച്ചു വന്ന് ഇവിടെ പെയറിംഗ് തുടങ്ങാൻ പാടുള്ളൂ. ഇവിടെ കണ്ടോ, ആദ്യമേ തന്നെ പെയറിംഗ് നടത്തിയതുകൊണ്ട് ഇത് വേക്കന്റ് ആയി കിടക്കുന്നു. അങ്ങനെയല്ല, കാരണം ഇതെല്ലാം ഒരേ എനർജിയാണ്. ഈ എന്താ ഒരുമിച്ച് എഴുതണ എന്താ, അല്ലെങ്കിൽ വിട്ട് നമുക്ക് എഴുതാൻ പാടില്ലേ? ഒരുമിച്ച് എഴുതണേന് കാരണം എന്താ, ഒരേ എനർജിയാ. അതിനൊരു വാക്ക് ഉപയോഗിക്കുന്നുണ്ട്, ഡീജനറേറ്റ്. ഒരേ എനർജി. അതൊക്കെ ഇനി നിങ്ങൾ ഹയർ ക്ലാസ്സിൽ പഠിക്കും. അപ്പൊ ഡീജനറേറ്റ് ഓർബിറ്റൽസ് ആയതുകൊണ്ടാണ് അത് ഒരുമിച്ച് നമ്മൾ എഴുതുന്നത്. അപ്പൊ ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യണത് അങ്ങനെയാണ്. ഹാൻസ് റൂളാണ്. അറിയാം നിങ്ങൾക്ക്, എന്നാലും പറഞ്ഞു പോവാം. ഹാൻസ് റൂൾ. പിന്നെ ഇവിടെ ഡൗട്ട് വരുന്ന ഒരു കാര്യം, പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാല് 2 ഇലക്ട്രോണിന് ഒരിക്കലും 4 കോണ്ടന്റ് നമ്പേഴ്സും സെയിം ആവില്ല. ഫോർ എക്സാമ്പിൾ ഞാൻ എടുക്കാണ് 4s2. 2 ഇലക്ട്രോൺ ഉണ്ട് ഇതിൽ. നമ്മൾ ഇങ്ങനെയാണ് എഴുതുന്നത്, ഇലക്ട്രോൺ 4s2. ഇതിന്റെ രണ്ടിന്റെയും ഒരു ഇലക്ട്രോണിനെ ഞാൻ എ എന്നും വിളിച്ചു, ഒരു ഇലക്ട്രോണിനെ ബി എന്നും വിളിച്ചു. ഒരു ഇലക്ട്രോൺ എ ആണ്, ഒരു ഇലക്ട്രോൺ ബി ആണ്. ഈ ഇലക്ട്രോൺ എ, ഇലക്ട്രോൺ ബി. എന്നിന്റെ വാല്യൂ 4. ഇവിടെ എന്നിന്റെ വാല്യൂ 4. എല്ലിന്റെ വാല്യൂ 0. എമ്മിന്റെ വാല്യൂ 0. 2 ഇലക്ട്രോൺ 0. പക്ഷെ എസിന്റെ വാല്യൂ ഒരു ഇലക്ട്രോണിന് +½ ആണെങ്കിൽ ഒരു ഇലക്ട്രോണിന് -½ ആയിരിക്കും. ഇതിന് എന്താ മനസ്സിലാക്കണെന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മുടെ കയ്യില് അല്ല തമ്പ് ഇംപ്രഷൻ എടുക്കണ്ട. ഒരിക്കലും രണ്ടാൾക്കാർ ഐഡന്റിക്കൽ ട്വിൻസ് ആയിക്കോട്ടെ, ഒരു ഐഡന്റിക്കൽ ട്വിൻസ് ആണെങ്കിൽ കൂടിയും തമ്പ് ഇംപ്രഷൻ ഒരുപോലെ വരില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അങ്ങനെ ആവുമ്പോ എല്ലാവരുടെയും തമ്പ് ഇംപ്രഷൻ വ്യത്യാസം. അതുപോലെയാണ് ഈ 2 ഇലക്ട്രോണിന് ഒരിക്കലും 4 കോണ്ടന്റ് നമ്പേഴ്സ് സെയിം ആവില്ല. അറ്റ്ലീസ്റ്റ് സ്പിൻ കോണ്ടന്റ് നമ്പർ എങ്കിലും വ്യത്യാസം ഇരിക്കും. അതാണ് പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ പറയുന്നത്. അപ്പം ഓപ്പോ പ്രിൻസിപ്പിൾ മനസ്സിലായി, ഹാൻസ് റൂൾ മനസ്സിലായി, പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ മനസ്സിലായി. ഇനി സ്റ്റെബിലിറ്റി അത് മനസ്സിലായല്ലോ. ഹാഫ് ഫിൽഡ് ആൻഡ് കംപ്ലീറ്റ്ലി ഫിൽഡ്, അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. ഹാഫ് ഫിൽഡ് ആൻഡ് കംപ്ലീറ്റ്ലി ഫിൽഡ് ഓർബിറ്റൽസ് ആർ ഹൈലി സ്റ്റേബിൾ. അതുകൊണ്ടാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അങ്ങനെ എഴുതുന്നത്. ഇനി ഒരു കാര്യം കൂടി പഠിപ്പിച്ചോട്ടെ, കോണ്ടന്റ് നമ്പേഴ്സ് എഴുതാൻ. ഇപ്പൊ 3p എല്ലാ കോണ്ടന്റ് നമ്പേഴ്സും എഴുതാൻ പറഞ്ഞാല് എങ്ങനെ എഴുതണം? ഈ വാല്യൂ ആണ് 3. എൽ n 3 ആണെങ്കിൽ എല്ലിന് 0യും 1ഉം 2ഉം ഉണ്ട്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ എഴുതുക SPD. ഇവിടെ p അല്ലേ, ഏതാണ് എഴുതേണ്ടത്? ഇത് മാത്രം മതി. വീണ്ടും എടുത്ത് എഴുതുക L is equal to 1. ഇതുകൊണ്ട് ആവശ്യമില്ല, ഇതിന്റെ കാര്യം ചോദിച്ചിട്ടില്ല. എമ്മിന്റെ വാല്യൂ -1, 0, +1. എസിന്റെ വാല്യൂ +½ or -½ എല്ലാവരും എഴുതിയേ. 3pയുടെ കോണ്ടന്റ് നമ്പേഴ്സ് എഴുതുന്നത് എങ്ങനെയാണ്? n 3 ആയതുകൊണ്ട് എല്ലിന് ഈ 0യും 1ഉം 2ഉം പറ്റും. പക്ഷെ p എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അതുകൊണ്ട് നമുക്ക് ഇത് മാത്രം എടുത്ത് എഴുതിയാൽ മതി. എഴുതി കഴിഞ്ഞെങ്കിലും ഒന്ന് എസ് എന്ന് എഴുതുക കേട്ടോ. ഓക്കെ, ഇനി ഒരു അക്കോമഡേറ്റ് ചെയ്യാം. 4d. എന്നിന്റെ വാല്യൂ 4th ഷെല്ലാണ് അല്ലെ. എന്നിന്റെ വാല്യൂ 4. എല്ലിന്റെ വാല്യൂ 0, 1, 2, 3. കണ്ടോ? അപ്പൊ എല്ലിന്റെ വാല്യൂ 0, 1, 2, 3. എസ്, പി, ഡി, എഫ്. ഡി ആയതുകൊണ്ട് നമ്മൾ ഇത് മാത്രം എടുക്കുന്നു. എല്ലിന്റെ വാല്യൂ 2 എന്ന് നമ്മൾ എടുത്ത് എഴുതിയാൽ മതി, ഇതെല്ലാം എഴുതേണ്ട കാര്യമില്ല. എമ്മിന്റെ വാല്യൂ -2, -1, 0, +1, +2. 5 orbitals. എസിന്റെ വാല്യൂ +½ or -½
അപ്പൊ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് നിങ്ങൾ ഒട്ടും വിഷം വിചാരിക്കണം. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ എനിക്ക് ഇപ്പൊ ഇവിടെ നിന്ന് പറയുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ട്, അപ്പൊ നിങ്ങൾ വോയിസ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്തും എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരാം. കേട്ടല്ലോ? കുറെ പേര് ചോദിക്കുന്നുണ്ട് കേട്ടോ, ഡൗട്ട്സ് ഒക്കെ കുറെ പേര് ചോദിക്കുന്നുണ്ട്. ഞാൻ ഇട്ട വീഡിയോസിൽ ചെറിയ ചില മിസ്റ്റേക്സ് ഒക്കെ വന്നിട്ടുണ്ട്, ഇങ്ങനെ എഴുതിയപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി. അതൊക്കെ എല്ലാരും ചോദിക്കും എന്താണെന്നൊക്കെ ചോദിച്ച് എന്നോട് പറയുന്നുണ്ട്. വളരെ നല്ലതാണ്, അങ്ങനെ ചെയ്യുന്ന കുട്ടികളുണ്ട്. താങ്ക് യു ഓൾ. യു ക്യാൻ ലീവ് നൗ. Thank you, Miss.